റീസെന്റ് ഒരാൾ ചോദിച്ച ഒരു ചോദ്യം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പീരീഡ്സ് പെയിൻ പോലും സഹിക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടി എങ്ങനെയാണ് പ്രസവ വേദന സഹിക്കുന്നത്? അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പെയിൻ അല്ലെങ്കിൽ വേദനയെ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ നിൽക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രസവ വേദന എന്ന് പറയുന്നത് ഒരു വലിയ വേദന തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് താങ്ങാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വേദന അത് തന്നെയാണ്. അതിന് തർക്കങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ അതുകൊണ്ട് പീരീഡ്സ് സമയത്ത് ഗേൾസ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന അത് ഒരു ചെറിയ വേദനയായിട്ട് മാറും. അതായത് ഒരു തലവേദന ഉള്ള ആളുടെ അടുത്ത് നമ്മൾ എന്നിട്ട് പറയും ഇതൊക്കെയാണോ ഒരു വേദന? അവിടുത്തെ കയ്യും കാലും ഒടിഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ കയ്യും കാലും ഒടിഞ്ഞു നടക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നത് അവിടെ നട്ടല് ഒടിഞ്ഞു നടക്കുന്ന ആളുണ്ട്, ഇതൊക്കെ ഒരു വേദനയാണോ എന്ന്. ചില സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് പീരീഡ്സ് സമയത്ത് ചെറിയ അസ്വസ്ഥതകളൊക്കെ കാണത്തുള്ളൂ. പക്ഷെങ്കിലും മറ്റൊരു വിഭാഗം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഛർദില്, നടുവിനുവേദന, വയറുവേദന, അങ്ങനെ അവരുടെ ഒരു ഫുൾ ഡേ അങ്ങനെ അങ്ങ് പോവുകയാണ്. ചിലരൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര ഡ്രാമയാണ് ഇവർ കാണിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും അല്ല. ആ ഒരു സൈക്കിളിലൂടെ പോകുന്നവർക്ക് അല്ലെങ്കിൽ ആ ഒരു 7 ദിവസം കടന്നു പോകുന്നവർക്ക് മാത്രം മനസ്സിലാവാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ജീവിതത്തിൽ പിന്നീട് ഒരു വലിയ വേദന വരും എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ചെറിയ വേദനകളെ ഒന്നും വേദനകൾ അല്ലാണ്ടായി മാറുന്നില്ല. ആർക്കാണോ വേദന എടുക്കുന്നത് അത് അവർക്ക് മാത്രം മനസ്സിലാവത്തുള്ളൂ. അവര് ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അവരുടെ വേദന എത്രത്തോളാണെന്നും. അത് നമ്മൾ ഒരു അഡ്വൈസ് നൽകാതെ അവിടെ ഒന്ന് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഒരു കംഫർട്ടബിൾ തിങ് എന്ന് ഞാൻ പറയും. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്ലീസ് ഡു കമന്റ്.